ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒന്ന് ഹൈപ്പ് കൂടെ കൊടുക്കണേ കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഉന്തി തള്ളിയിട്ട് ഇന്ദുവിനെ നീലൻ്റെ കൂടെ ബൈക്കിൽ വിട്ടിരിക്കുകയാണ് പൂർണിയും ഡെക്ലേസും ചേർന്നിട്ട്. രുക്മിണിയുടെ വീട്ടിലെ മറുവീട് വിരുന്നിനാണ് രണ്ടുപേരെയും പറഞ്ഞയച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയോ നീലൻ്റെ ദേഹത്ത് തൊടാത്ത രീതിക്കൊക്കെയാണ് ഇന്ദു ഇരിക്കുന്നത്. അത് കണ്ടിട്ട് ഡെക്ലേസിനും പൂർണിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഇവരൊന്ന് ഒരുമിച്ചിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും പോയപ്പോൾ ഡെക്ലേസ് പൂർണിയോട് പറയുന്നുണ്ട്, പൂർണി നിൻ്റെ ഏട്ടനെ ഏട്ടത്തിയെ ഒരുമിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കഥ തീരും. അയ്യോ, എൻ്റെ ഏട്ടൻ ശരിയായ പൊട്ടൻ തന്നെയാണ് മാമ, നിൻ്റെ കൂടെ ജനിച്ചതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുക. അതും പറഞ്ഞിട്ട് ഡെക്ലേസ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഇതൊക്കെ മാറി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു രാധികയും പായസവും ചേർന്ന്. പൂർണിയും ഡെക്ലേസും രണ്ട് വഴിക്ക് പോയതിനു ശേഷം പായസം രാധികയോട് ചോദിക്കുന്നുണ്ട്, രാധിക എനിക്ക് തോന്നുന്നത് നമ്മുടെ നീലനും ആ പെണ്ണും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവൻ്റെ ഒപ്പം ബൈക്കിൽ കയറിയ സമയത്ത് ദേഹത്ത് ഒരു ചെറുവിരൽ പോലും തട്ടാതിരിക്കാൻ വേണ്ടി അവൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നതെന്ന് നീയും കണ്ടതല്ലേ. അപ്പോൾ രാധികയും പറയുന്നുണ്ട്, ഇന്നലെ രാത്രി പോലും നീലൻ ചേട്ടൻ പുറത്ത് തന്നെയാണ് വന്ന് കിടന്നത്, പായസം ഞാൻ കണ്ടതായിരുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ ഇന്ദു അവളുടെ ആദ്യ ഭർത്താവിന് ഇനിയും മറന്നിട്ടില്ല എന്ന് വേണം കരുതാൻ അല്ലേ. അപ്പോൾ പായസം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കല്യാണം താലി കെട്ടിയിട്ടും കന്യകനായിട്ട് നിൽക്കുന്ന ഭർത്താവായിരിക്കും നമ്മുടെ നീലൻ അല്ലേ. പായസോ, ഇത്രയും അധികം ഇവർ തമ്മിൽ അടുപ്പം ഇല്ലെങ്കിൽ, അതായത് നിയമോളുടെ അമ്മയായിട്ട് മാത്രം ജീവിക്കാനാണ് ഇന്ദു ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ നമ്മൾ അവർ പോകുന്ന റോഡിൽ കൂടി പോവരുത്, നമ്മൾ അവർക്ക് ഓപ്പോസിറ്റ് റോഡിൽ കൂടി പോകണം. അപ്പോൾ പായസത്തിനൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താ രാധിക പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ദുവിൻ്റെ ആദ്യ രാത്രി നമ്മൾ തന്നെ നടത്തി കൊടുക്കണം പായസം. അതെന്തിനാ മോളെ? അങ്ങനെയുള്ളപ്പോഴാണ് മനസ്സിലൊരുത്തനെ വെച്ച് മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഇന്ദുവിന് മനസ്സിലാവുകയും ഈ ജീവിതം വേണ്ട എന്ന് വെച്ച് ഈ വീട് വിട്ട് അവൾ പൊയ്ക്കോളും. അത് കേട്ടപ്പോൾ പായസം ചിരിച്ചുകൊണ്ട് പറയാണ്, ഓ നിൻ്റെ ബുദ്ധി അങ്ങനെയാണോ പോയത്, സൂപ്പർ രാധിക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയാണ്. അവളും മനസ്സിൽ ഓരോരോ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നീലനും ഇന്ദുവും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ തന്നെ നീലനെ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ റോഡിൽ നിറയെ കുണ്ടും കുഴിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും ഗട്ടറൊക്കെ ഉള്ളത് കാരണം വണ്ടി കുലുങ്ങിയാണ് പോകുന്നത്. പക്ഷെ അപ്പോഴൊക്കെ ആ ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ദു ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗട്ടറുള്ള ഒരു സ്ഥലത്തെത്തിയ സമയത്ത് ഇവരിങ്ങനെ കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവരെ പോലെ തന്നെ മറ്റൊരു കപ്പിൾ കൂടി അതുവഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഇവരെ നോക്കുന്ന സമയത്ത് ഇന്ദു നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എസ്പെഷ്യലി ബൈക്കിൽ കയറി കഴിഞ്ഞാൽ ആരും അങ്ങനെ ഇരിക്കില്ല, എല്ലാവരും ചേർന്നിട്ടാണ് ഇരിക്കുക. പക്ഷെ ഇന്ദു വളരെയധികം ദൂരത്തോട്ടെന്ന പോലെയാണ് ഇരിക്കുന്നത്, നീലൻ്റെ ദേഹത്ത് തട്ടാത്ത രീതിയിൽ. അപ്പോൾ ആ ഭർത്താവും ഭാര്യയും ആണെങ്കിൽ ഇവരെ അതിശയത്തോടെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, എന്താ സിസ്റ്റർ എന്തിനാ ഇങ്ങനെ അകന്നിരിക്കുന്നത്, അദ്ദേഹം നിങ്ങളുടെ ഭർത്താവല്ലേ? അവർ രണ്ടുപേരും അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ പെണ്ണിൻ്റെ ഭർത്താവ് തന്നെ പറയാണ്, അവർ രണ്ടുപേരെയും കാണുമ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരെ പോലെയുണ്ട്. അപ്പോൾ പിന്നെ എന്താ, അവൾ തിരിച്ചു ചോദിക്കുകയാണ്, പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ പെണ്ണാണോ? അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ നാണത്തോടെ ഇങ്ങനെ തള്ളി മാറിയിട്ടൊക്കെ ഇരിക്കുന്നത്? ഒന്നിച്ച് കെട്ടിപ്പിടിച്ചിരിക്ക്, അപ്പോഴല്ലേ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഗട്ടറൊക്കെ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാതിരിക്കുള്ളൂ. അവൾ പറഞ്ഞിരുന്നൊന്നും രണ്ടുപേരും മറുപടി പറയുന്നില്ല. ഈ സ്പീഡ് ബ്രേക്കറുള്ള റോഡിൽ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവെങ്കിലും വെച്ചിട്ട് പോവാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വീഴുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദു ആണെങ്കിൽ മടിച്ച് നിൽക്കുകയാണ്. അവൾ വീണ്ടും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവെക്കാൻ നോക്ക്. ഇന്ദു മടിച്ച് നീലനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നീലനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നുമില്ല, അവനറിയായിരുന്നു ഇന്ദു അങ്ങനെ കൈവെക്കില്ല എന്നുള്ളത്. പക്ഷെ ആ പെൺകുട്ടിയാണെങ്കിൽ ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, തോളിൽ കൈവെക്ക് സിസ്റ്റർ. അങ്ങനെ ഇന്ദു മടിച്ച് കൈയെടുത്തിട്ട് നീലൻ്റെ തോളിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആദ്യമൊന്നും സാധിക്കുന്നില്ല. നീലനാണെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ദു വെക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൻ അത്ര പ്രതീക്ഷിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ദു അവൻ്റെ തോളിൽ കൈവെക്കുകയാണ്. നീലൻ ശരിക്കും അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ തിരിഞ്ഞ് ആ കൈയൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. സൂപ്പർ, അങ്ങനെ വെക്ക്, ബായ് എന്നും പറഞ്ഞിട്ട് അവർ കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ്. പക്ഷെ അതിനും അത്രയും നേരം അവർ സംസാരിച്ചെങ്കിലും ഇന്ദുവോ നീലനോ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. ഇന്ദു തൻ്റെ തോളിൽ കൈവച്ചത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടാണ് നീലൻ വണ്ടി എടുക്കുന്നത്. ഇന്ദു ആണെങ്കിലും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു പ്രണയഗാനം ആണ് വെച്ചിരിക്കുന്നത്. രുക്മിണി അടുക്കളയിൽ നല്ല പാചകത്തിൻ്റെ തിരക്കിലാണ്. ഇന്ദുവിന് ഇഷ്ടപ്പെട്ട ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ കൈകൊണ്ട് തന്നെയാണ് എൻ്റെ മോൾക്കുള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്നത്. ആ സമയത്താണ് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നത്. രുക്മിണി പറഞ്ഞു വിട്ടതാണ് ശ്യാമിനെ.
അപ്പോൾ വന്നപ്പോൾ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറുകളൊക്കെ അവിടെ വെച്ചിട്ട് അവൻ ആദ്യം ജ്വല്ലറി എടുത്തിട്ടാണ് രുക്മിണിയുടെ അടുത്തേക്ക് പോകുന്നത്. അത് തുറന്ന് കാണിച്ചു കൊടുത്ത സമയത്ത് രുക്മിണി ആ മാല വാങ്ങിച്ച് നോക്കുവാണ്. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു വലിപ്പമുള്ളൊരു മാലയായിരുന്നു. രുക്മിണിക്ക് അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അതിനുശേഷം ശ്യാമിനോട് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രുക്മിണി ശ്യാമിനോട് പറയുകയാണ് അനന്തുവിൻ്റെ ഫോട്ടോ എടുത്ത സ്ഥാനത്ത് ഇവരുടെ കല്യാണ ഫോട്ടോ അവിടെ കൊണ്ടുപോയി വെക്കാൻ. അപ്പോൾ ശ്യാം അതുമായിട്ട് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ഓർമ്മ വന്നത് തൻ്റെ കയ്യിൽ മറ്റൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. അതുകൂടെ എടുത്തിട്ട് അവൻ രുക്മിണിയുടെ അടുത്ത് പോയിട്ട് പറയാണ് അമ്മായി പറഞ്ഞ ആ ഒരു റോൾഡ് ഗോൾഡിൻ്റെ മാലയാണത്. അപ്പോൾ അത് കൊടുത്ത സമയത്ത് രുക്മിണിയുടെ കഴുത്തിൽ നിന്നും അഴിച്ചു മാറ്റിയ മാലയ്ക്ക് പകരം വാങ്ങിച്ച മാലയാണ്. അപ്പോൾ അത് രുക്മിണി വേഗം വാങ്ങിച്ചിട്ട് കഴുത്തിൽ അണിയുന്നുണ്ട്. പിന്നീട് ശ്യാമിനോട് ആ ഫോട്ടോ കൊണ്ടുപോയിട്ട് അവിടെ വെക്കാൻ പറയാണ്. അപ്പോഴേക്കും നീലനും ഇന്ദു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ശാലിനിയാണ് ആദ്യം പോയത്. ഏട്ടത്തി എങ്ങനെയുണ്ട്, സുഖാണോ? എനിക്ക് സുഖമാണ്, നിനക്കോ? അങ്ങനെ അവർ പരസ്പരം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോഴേക്കും രുക്മിണിയും ശ്യാമും അർജുനും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. രുക്മിണി ഇന്ദുവിനെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് സുഖമൊക്കെ അന്വേഷിച്ചതിന് ശേഷം രണ്ടുപേരോടും അകത്തേക്ക് കയറാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനിയോട് ആരതി തട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടുപേരെയും ഒഴിഞ്ഞിട്ടിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അവർ നേരെ അകത്തേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്നപ്പോൾ രുക്മിണി ഇന്ദുവിനോടും നീലനോടുമായിട്ട് പറയുന്നുണ്ട് പോകുന്ന പാത കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും പോയി ചേരുന്ന ഇടം ക്ഷേത്രമായിരിക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതുപോലെയാണ് നിങ്ങളുടെ കല്യാണ വിഷയം. ഒരുപാട് കുഴപ്പങ്ങൾ നടന്നെങ്കിലും അവസാനം എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒന്നു ചേർന്നു. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും വല്ലാതെ ആകുലതപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നീലൻ്റെ ഒപ്പം നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. രുക്മിണി തൻ്റെ മനസ്സിലുള്ള സന്തോഷം അവരോട് പങ്കുവെക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ രണ്ടുപേർക്കും സന്തോഷമാവുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ഇന്ദുവിൻ്റെ ശ്രദ്ധ അനന്തുവിൻ്റെ ആ ഫോട്ടോയുടെ ഭാഗത്തേക്ക് മാറിയത്. പക്ഷെ അവൾ നോക്കുമ്പോൾ അവിടെ അനന്തുവിൻ്റെ ഫോട്ടോയ്ക്ക് പകരം തൻ്റെയും നീലൻ്റെയും കല്യാണ ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ഇന്ദു ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നീലൻ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് അവന് സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവിടെ അനന്തുവിൻ്റെ ഫോട്ടോയാണ് ഉണ്ടായിരുന്നതെന്നും ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് തങ്ങളുടെ കല്യാണ ഫോട്ടോ വെച്ചതെന്നൊന്നും നീലൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് തങ്ങളുടെ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ സന്തോഷം തോന്നുവാണ്. ഇന്ദു ചുറ്റിലും നോക്കുന്നുണ്ട് മറ്റെവിടെയെങ്കിലും അനന്തുവിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രുക്മിണി അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി പറയാണ് ഇന്ദു, ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിരുന്നിനുള്ള ഭക്ഷണം ഞാൻ തനിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്നും ശ്രദ്ധിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഇന്ദു ഉണ്ടായിരുന്നത്. അവളാകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രുക്മിണി പറയുന്നുണ്ട് രണ്ടുപേരും പോയി കൈ കഴുകിയിട്ട് വാ, ഭക്ഷണം ഒന്നിച്ച് കഴിക്കാം. അപ്പോൾ നീല നോക്കുന്ന സമയത്ത് ഇന്ദു ആകെ ഒരു പതർച്ചയോടെയാണ് ഇരിക്കുന്നത്. അവളാകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ നീലൻ പറയുന്നുണ്ട് ഇല്ല അമ്മ, കുറച്ച് നേരം കൂടെ കഴിയട്ടെ. അപ്പോൾ ശ്യാമ് പറയാണ് ഇപ്പം തന്നെ 2:30 മണിയായി, ഇനി എത്ര സമയം ആവാനാ? വാ, നിങ്ങൾ രണ്ടുപേരും എഴുന്നേക്ക്, നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാവരും അവരോട് എഴുന്നേക്കാൻ പറയുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഇന്ദുവിൻ്റെ കണ്ണ് അനന്തുവിൻ്റെ ഫോട്ടോ വെച്ച ആ ഒരു ഭാഗത്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഇന്ദുവിനും നീലനുള്ള ഫുഡ് വിളമ്പിയിരിക്കുകയാണ്. ഒരുപാട് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സീ ഫുഡ് ഐറ്റംസ് ആയിട്ട്. അപ്പോൾ എല്ലാവരും അവർക്ക് ചുറ്റും ഇരുന്നിട്ടുണ്ട്. ഇന്ദുവും നീലനും കൂടി ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് ഓരോന്ന് വിളമ്പി കൊടുക്കുമ്പോഴൊക്കെ ഇന്ദു ആ ഒരു ഫോട്ടോയുടെ ഭാഗത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നീലൻ ശ്യാമിനോടും അതുപോലെ തന്നെ അർജുനോടൊക്കെ തങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ആദ്യം കഴിക്കണം, നിങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള വിരുന്നുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് കൊടുക്കുവാണ്. രണ്ടുപേരോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇന്ദു വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയത്താണ് ശാലിനി ഇന്ദുവിനോട് പറയുന്നത് ഏട്ടത്തി, ഇന്നലെ മുഴുവൻ ആ വീട്ടിൽ ഏട്ടത്തി എന്ത് ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞ് അമ്മ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ രാജേശ്വരിയും പറയുന്നുണ്ട് അതേ ഇന്ദു, ഇന്നലെ രാത്രി ഉറക്കത്തിൽ പോലും ഇന്ദു 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 ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ അടുക്കളയിൽ വെച്ചാണെങ്കിലും നിന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ഗ്യാസ് ലീക്കായത് പോലും അറിയാതെ ഒരു കഥയും ബോധവും ഇല്ലാതെ നിൽക്കുമായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഇന്ദുവിന് വല്ലാത്ത ഭയം തോന്നുവാണ്. അമ്മായി, എന്താ അമ്മായി ഇതൊക്കെ? പിന്നെ എന്താ ചെയ്യുക ഇന്ദു, ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് നീ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നീ വിഷമിക്കേണ്ട, പോകെ പോകെ അത് ശരിയായിക്കോളും. ഇനി ഈ വീട്ടിലെ മരുമകളെല്ലാം നീയെന്നും ആ വീട്ടിലെ മരുമകളാണെന്നുള്ളതും എനിക്ക് ഉൾക്കൊള്ളാനെടുക്കുന്ന കുറച്ച് സമയം അത് മതിയാവും. പിന്നെ എങ്ങനെയായാലും നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. രുക്മിണിക്ക് തന്നോടുള്ള സ്നേഹം കണ്ടപ്പോൾ ഇന്ദുവിൻ്റെ കണ്ണ് നിറയാണ്. അതുപോലെ തന്നെ രുക്മിണിക്ക് ഇന്ദുവിനോടുള്ള സ്നേഹം നീലനൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ രുക്മിണി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് രണ്ടുപേരോടും വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി. മതി, ഇനി ഇതും പറഞ്ഞ് കണ്ണ് നിറയിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട. ഈ ഇലയിൽ ഒരു ഭക്ഷണ സാധനം പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഇന്നാ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് രുക്മിണി തന്നെ ഇന്ദുവിന് വാരി കൊടുക്കുവാണ്. അങ്ങനെയൊക്കെ സ്നേഹം അനുഭവിക്കുന്നുണ്ടെങ്കിലും
അതിന് കാരണക്കാരനായവനെ, അതായത് അനന്തുവിൻ്റെ ആ ഫോട്ടോയുടെ ഭാഗത്തേക്ക് ഇന്ദു ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണി പുറത്ത് മുറ്റത്തിരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധിക ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ കളിയാക്കുവാണ്. എന്താ തോഴി ചെയ്യുന്നത്? അപ്പോൾ പൂർണ്ണി ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്താ നീ പറഞ്ഞത് തോഴി എന്ന്? വേണ്ട രാധിക, എന്നെ കാണുമ്പോൾ എന്നെക്കുറിച്ച് നിനക്ക് മുഴുവനായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നെ കാണുമ്പോൾ നിനക്ക് പാവത്തിനെ പോലെ സമാധാനത്തോടെ നിൽക്കുന്ന ഒരാളായിട്ട് തോന്നും. ആവശ്യമില്ലാതെ എൻ്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മീന് വെട്ടുന്നത് പോലെ വെട്ടിക്കളയും, പറഞ്ഞില്ലെന്ന് വേണ്ട. അത് കേട്ട് രാധിക പരിഹാസത്തോടെ ചിരിക്കുകയാണ്. ഒന്ന് മിണ്ടാതിരിക്കടി. ഈ വീട്ടിൽ പുതുതായിട്ട് വന്നവൾക്ക് നീയല്ലേ കൂടെ നടന്ന തോഴിയെപ്പോലെ ഓരോന്നോരോന്ന് ചെയ്തു കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് മാത്രം എന്താ വലിയ ആളെപ്പോലെ സംസാരിക്കുന്നത്? രാധിക, മര്യാദ തന്നാൽ മര്യാദ തിരിച്ചും തരും. അതാണ് ഞാൻ നിന്നോടിപ്പോൾ പറഞ്ഞത്. ഓ അല്ല, ഞാൻ അറിയാതെ ചോദിക്കുകയാണ്. ഇന്നലെ നിൻ്റെ ഏട്ടത്തി അമ്മയുടെ അച്ഛൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നീ എൻ്റെ മകളേ അല്ല, ഞാൻ നിൻ്റെ അച്ഛനും അല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ദ്രൗപതിയെ പോലെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഏത് വകുപ്പിലാ ഇന്ന് മറുവീട്ടിലെ വിരുന്നിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്? ഒന്നുകിൽ അവരുടെ ദേഷ്യം കുറഞ്ഞിരിക്കണം, പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം അതിനുള്ള ചാൻസ് ഇല്ല. ഇല്ലെങ്കിൽ ആ ദേഷ്യം കള്ളത്തരമായിരിക്കണം. ഈ ഒരു നാടകം നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഒന്നിച്ച് അഭിനയിച്ചതായിരിക്കണം. ഒന്നിനും പൂർണ്ണ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. രാധിക തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ദേഷ്യം പിടിച്ച് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിപ്പോവാം. അതിനുശേഷം നിങ്ങൾ താലി കെട്ടിക്കോ. അതിനുശേഷം പിറ്റേന്ന് ഞാൻ മറുവീട് ചടങ്ങിന് വിരുന്നിന് വിളിക്കും. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നു ചേരാം എന്ന് പറഞ്ഞിരിക്കണം. രാധിക ഓരോന്നോരോന്ന് കളിയാക്കി അഭിനയിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓപ്ഷൻ 2വിനാണ് ചാൻസ് ഉള്ളത്. ശരിയായ നാണം കെട്ട കുടുംബം തന്നെ അവളുടെ കുടുംബം. അപ്പോൾ പൂർണിമ ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, രാധിക, വെറുതെ എൻ്റെ ഏട്ടത്തി അമ്മയുടെ കുടുംബത്തെക്കുറിച്ച് അനാവശ്യമായി സംസാരിക്കരുത്. അവളുടെ ആ ഒരു ദേഷ്യം കണ്ടപ്പോൾ രാധിക പരിഹാസത്തോട് പറയാണ്, അപ്പാ, എൻ്റെ ഏട്ടത്തി അമ്മയുടെ കുടുംബം, അയ്യോ, ഇത് എവിടെ നിന്ന് ഒഴുകി വരുന്നു ഇത്രയധികം സ്നേഹം? ഇപ്പം ഞാൻ നേരെ അങ്ങോട്ടേക്കാടി പോകുന്നത്. അവിടെ ഇരുന്ന് വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവിടെ വെച്ച് അവളുടെ അച്ഛനെ ഞാൻ ചോദ്യം ചെയ്ത് വലപ്പിച്ച് കളയും. ഇന്നിപ്പോൾ മരുമകനെ കൂട്ടിക്കൊണ്ടുപോയി സൽക്കാരം നടത്തി വിരുന്ന് കൊടുക്കുന്നയാൾ എന്തിനാ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇത്ര വലിയ അഹങ്കാരം കാണിച്ചത് എന്ന് എനിക്ക് ചോദിക്കണം. ഇന്ന് എല്ലാത്തിനും ഒരവസാനം ഞാൻ ഉണ്ടാക്കും. ശരി എന്നും പറഞ്ഞിട്ട് രാധിക പോവാൻ നോക്കിയപ്പോൾ പിന്നീന്ന് പൂർണ്ണി പറയുന്നുണ്ട്, ശരി ശരി പോയിട്ട് വാ, ഇന്ന് പോയിട്ട് നാണം കെട്ടിയിട്ട് തിരിച്ചു വാ, അല്ലെങ്കിൽ അയാൾ നിന്നെ ചോദ്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊന്നുകളയും. അയാളടുത്ത് പോയിട്ട് വായി കിടക്കുന്നതൊക്കെ വാങ്ങി കെട്ടിയിട്ട് വാ. നാണം കെട്ടിയിട്ട് വരാനോ? ഞാനെന്തിനു നാണം കെട്ടിയിട്ട് വരണം? രാധികയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. പൂർണ്ണിയാണെങ്കിൽ ഒന്നും പറയാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. നിന്നോടാ ചോദിച്ചത്, ഞാൻ എന്തിനു നാണം കെടണം? എൻ്റെ ഏട്ടനും ഏട്ടത്തി അമ്മയും മറുവീട്ടിന് അവരുടെ ഏട്ടത്തി അമ്മയുടെ വീട്ടിലാണ് പോയെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അത് കേട്ടപ്പോൾ രാധികയ്ക്കാകെ കൺഫ്യൂഷൻ ആവുകയാണ്. പിന്നെ വേറെ എവിടെ പോയതാ? അവർ മറുവീട് വിരുന്നിന് രുക്മിണി അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. അത് കേട്ടതും രാധിക ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. രുക്മിണി അമ്മയുടെ വീട്ടിലോ? അതെ, ഇന്ദു ചേച്ചിയെ രുക്മിണി അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് നീലൻ ചേട്ടൻ ഇന്ദു ചേച്ചിയെയും കൂട്ടി അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്. രാധിക ഷോക്കിങ്ങിലായ സമയം കൊണ്ട് പൂർണ്ണി അവളുടെ റോളിൽ തകർത്താടുവാണ്. വെറുതെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോയത് എന്ന് ചിന്തിച്ച് സമയം കളയാതെ പോയി അവനവൻ്റെ ജോലി ചെയ്യാൻ നോക്ക്. വെറുതെ 24 മണിക്കൂറും വില്ലത്തി വേഷം കൊണ്ട് നടക്കുവാണ്. ചിപ്പോ, നീ കാരണം പഠിക്കാൻ പോലും സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണി കസേര എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ രാധിക ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ചിന്തിക്കുകയാണ്, ആഹാ, മറുവീട് വിരുന്നിന് അവളുടെ അച്ഛൻ്റെ വീട്ടിലാണ് പോയിരിക്കുന്നത് എന്ന് കരുതിയപ്പോൾ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടിലാണോ പോയിട്ടുള്ളത്? ഇതൊരു പുതിയ അറിവാണല്ലോ നിനക്ക് വെച്ചിട്ടുണ്ടടി. രാധികയുടെ മനസ്സിൽ അടുത്ത പദ്ധതി തയ്യാറാവുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെറ്റില കൊടുക്കുവാണ് നീലനെ രുക്മിണി. ആ സമയത്ത് അവർ രണ്ടുപേരും മാത്രമേ ഹാളിൽ ഇരിപ്പുള്ളൂ. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് നീലൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു വിഷമത്തോടെയും അതുപോലെ തന്നെ പതറി പറയുവാണ്, ആര് ചെയ്ത പുണ്യാണെന്ന് അറിയില്ല, ഒരു പ്രശ്നവും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവസാനം മോനും ഇന്ദുവും തമ്മിലുള്ള കല്യാണം തന്നെ നല്ല രീതിക്ക് നടന്നു. അവർ വേദനയോടെ പറയാണ്, ഇന്ദുവിനെ നന്നായിട്ട് നോക്കണേ മോനെ. അമ്മേ, തീർച്ചയായിട്ടും അമ്മേ, ഇതെന്നോട് വേറെ തന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അവൾ കുട്ടികളുടെ മനസ്സിലൊരു പാവം പെണ്ണാണ്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും, എല്ലാവരെയും അന്ധമായി സ്നേഹിക്കുകയും ചെയ്യും. എനിക്കറിയാം അമ്മ. അതുകൊണ്ടാണല്ലോ എൻ്റെ വീട്ടിലെ മോള് ഇന്ദു അമ്മ എന്നും പറഞ്ഞ് അവൾക്ക് പിന്നാലെ അങ്ങനെ പോകുന്നത്.
അപ്പോഴേക്കും ഇഞ്ചി ചായയുമായിട്ട് ശാലിനി വന്നിട്ടുണ്ടായിരുന്നു. വയറിലൊരു തുള്ളി സ്ഥലമില്ലാന്ന് നീലം പറഞ്ഞെങ്കിലും ദഹിക്കാൻ ഇത് ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് അതവൾ കുടിപ്പിക്കുകയാണ്. എന്നിട്ട് രുക്മിണിയോട് പറയുന്നുണ്ട്, അടുക്കളയിൽ ഇന്ദു നിൽക്കുന്നുണ്ട്, അമ്മയെ കാണണമെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് രുക്മിണി. അടുക്കളയിലെത്തിയ രുക്മിണി കാണുന്നത് കരഞ്ഞോട് നിൽക്കുന്ന ഇന്ദുവിനെയാണ്. അമ്മയെ കണ്ട സമയത്ത് ഇന്ദു ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം രുക്മിണി ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാ മോള് കരയുന്നത്? ഇപ്പം എന്തിനാ നീ കരയുന്നത്? അത് പറ. ഒരു ഭാഗത്ത് ഞാനവിടെ നിയമോൾക്കൊപ്പം സന്തോഷത്തോടെയാണ് ഉള്ളതെങ്കിലും ഇവിടെ നിങ്ങളെ എല്ലാവരും എനിക്ക് വല്ലാതെ മിസ് ചെയ്യാണ്. ഇവിടെയുള്ളവരെ വിട്ടു നിൽക്കുന്നത് എന്നെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. അപ്പോൾ രുക്മിണി വിഷമത്തോടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിന്തു, ഇനി നിൻ്റെ വീട് അതാണ്. നീ നിയമോളെ നന്നായിട്ട് നോക്കണം. തീർച്ചയായിട്ടും നിൻ്റെ ജീവിതം നന്നായിരിക്കും മോളെ. വേദനയോട് കൂടി തന്നെയാണ് രുക്മിണി സംസാരിക്കുന്നത്. അമ്മായും ആരോഗ്യം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന് കരുതരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളെയൊക്കെ കാണും. ശരി ഇന്ദു. അമ്മായി എന്താ? എനിക്ക് അമ്മായിയോടൊരു കാര്യം ചോദിക്കണം. എന്താ മോളെ? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്തിനാ അമ്മായി അവിടെ നിന്ന് അഴിച്ചു വെച്ചത്? അത് കേട്ടപ്പോൾ രുക്മിണി ആദ്യം ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.